ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ അതേ ഞാൻ BB ഹൗസിൽ ഇപ്പോൾ കണ്ടതാണ് നമ്മുടെ അനുമോളെ ശൈത്യനെ കുറിച്ച്. നമ്മുടെ BB ഹൗസിനുള്ളിൽ കുറച്ച് ആൾക്കാർ, അതായത് നമ്മുടെ ജസ്സിൽ എല്ലാം കൂടെ ചേർന്ന കുറച്ച് ഗ്യാങ്ങുകൾ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്ന്. അത് വേറെ ഒന്നുമല്ല, ഇന്നലെ ഇപ്പം നമ്മുടെ ഈ പുകഞ്ഞ ഉള്ളി പുറത്തുള്ള ടാസ്കിൽ ആ ടൈമിൽ നമ്മുടെ ശൈത്യം പുറത്ത് കിടന്ന സമയത്ത് അന്നേരം ഈ നമ്മുടെ കലാപം സരികയാണ് ശൈത്യയുടെ വീട്ടിൽ കിടന്നത്. അതുകൊണ്ട് ആ ഒരു ഇതിൽ ആ ഒരു സമയത്ത് പുള്ളിക്കാരി അകത്തുള്ളിയതോ ഒരു ദിവസത്തേക്ക് നമ്മുടെ അനുമോള് വിളിച്ചിട്ട് ആ പുള്ളിക്കാരി അനുമോളുടെ കൂടെ പോയി കിടന്ന്. അത് കിടന്ന സമയത്ത് ഇങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചെന്ന് അവർക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കി. ഇപ്പോൾ ഒരു പെണ്ണും ഒരുമിച്ച് കിടന്നും പറഞ്ഞാൽ ഒരിക്കലും അതൊരു ബാഡ് ഇതാവത്തില്ല. നമ്മളെല്ലാവരും കിടക്കാറുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മുടെ എല്ലാവരോടും നമ്മൾ കിടന്നുറങ്ങാറുണ്ട്, സ്ത്രീകളാവും പൊതുവെ. അതായത് ഒരു വൃത്തിയുടെ മെൻറ്റാലിറ്റി കണ്ടത് വളരെ മോശമാണ്. അത് ജസ്സിൽ എന്തോ ഒരു ലോക്കിട്ട എന്തോ ഇൻ്റർമീനിയം സംസാരിച്ചു എന്നാണ് കുട്ടികൾ പറയുന്നത്. അത് മോശമായ സ്റ്റേറ്റ്മെൻറ്റാണ്. പല കാര്യങ്ങളും അതിനൊക്കെ അവിടെ പല രീതികളിലും ഇങ്ങനെ ലോക്കിട്ട് മാതിരി സംസാരിക്കുന്നുണ്ട്. അത് മോശമായ രീതിയാണ്. അത് BB ഹൗസിനുള്ളിൽ അത് വളരെ മോശപ്പെട്ട രീതിയാണ്. കാരണം നമ്മൾ ഈ 5 പേരിലും 5 സ്വഭാവക്കാരാണ്. ഒരിക്കലും ഒരു അമ്മ പറ്റ മക്കളല്ല, പലയിടത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. അന്നേരം അവരുടെയൊക്കെ കാര്യങ്ങൾക്ക് അവർക്ക് ചെറിയ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളിലൂടെ അവർക്കുണ്ടാകും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് പറയാനുള്ള. അനുമോളെ ശൈത്യനെ കുറിച്ച് മോശമായ വാക്കുകൾ സംസാരിച്ചു നമ്മുടെ ജസ്സിലും കൂട്ടരും. അപ്പോൾ എനിക്കിതാണ് പറയാൻ വളരെ മോശപ്പെട്ടു പോയി. ആ കുട്ടികൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാകാൻ പറഞ്ഞില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്.